എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ ഹൈവേ കാണിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് കോതപറമ്പ് ഭാഗത്തെ ഹൈവേ കൂടിയാണ്, പടിഞ്ഞാറേ സർവീസ് റോഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു മഴ പെയ്താലുള്ള അവസ്ഥ, നിറച്ച് ചെളി ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാറുള്ള വീഡിയോ പോലെ തന്നെ ആല അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും കൊടുങ്ങല്ലൂർ ടോൾ വരെയുള്ള വീഡിയോയുടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വാസുദേവ വിലാസം വളവിൻ്റെ അവിടേക്കാണ്. അപ്പോൾ ഒരുപാട് നാളായി കൊടുങ്ങല്ലൂർ വരാത്ത ആളുകൾക്കൊക്കെ വഴി തെറ്റും. കാരണം ഇപ്പോൾ ഹൈവേ വഴിയാണ് ആ റൂട്ടൊക്കെ തിരിച്ചു വിട്ടിരിക്കുന്നത്. നേരെ ആല അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി തന്നെ പോകുന്ന രീതിയിൽ. അപ്പോൾ വാസുദേവ വിലാസം വളവും അത് കഴിഞ്ഞിട്ടുള്ള റോഡും ഇപ്പോൾ തിരക്കൊന്നുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ കയറാൻ പോകുന്നത് ഈ ആല അമ്പലത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറാൻ പോകുന്നതാണ് പണ്ടത്തെ വാസുദേവ വിലാസം വളവ്. അപ്പോൾ ഈ വളവ് വളയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വളവ് നേരെ ചെല്ലുന്നത് ആല അമ്പലത്തിൻ്റെ മുന്നിലൂടെ പണ്ടത്തെ NH17 വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ ഇത്രയും തിരക്കൊഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കോവിഡ് കാലഘട്ടത്തിലായിരിക്കും. കാരണം ഇപ്പോൾ ഇതിലെ ലോക്കലി പോകുന്ന ബൈക്കുകാരും ഓട്ടോക്കാരും മാത്രമേ ഇതിൽ പോകാറുള്ളൂ. ബാക്കി എല്ലാവരും ഹൈവേ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിവൈഡർ കണ്ടില്ലേ, ഈ ഡിവൈഡർ ഹൈവേയിൽ നിന്നും വന്ന് പണ്ടത്തെ NH17 കയറുന്നതിനുള്ളൊരു സിഗ്നലാണത്. അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആല അമ്പലം വരുന്നത്. അപ്പോൾ നമ്മൾ ആല അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൂടെ ബസ്സുകളൊക്കെ പാസ് ചെയ്യുന്നത് കാണാം, ബസ് കാറൊക്കെ അതിൽ പാസ് ചെയ്യുന്നത് കാണാം. നല്ല റോഡാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് ആല അമ്പലം വരുന്നത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലൊന്ന് ഒതുക്കിയിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് ആല അമ്പലം വരുന്നത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആരംഭിച്ചത് കേട്ടോ. ഇവിടെ നിന്ന് തിരിഞ്ഞ് കോട്ടപ്പുറം ടോൾ വരെയാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഡ്രോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഡ്രോണിലൂടെയുള്ള വിഷ്വലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബൈക്കിൽ വെക്കുന്ന ക്യാമറയിലൂടെയാണ് നമ്മൾ ഈ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ഷെയ്ക്കില്ലാത്ത വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി നേരെ കൊടുങ്ങല്ലൂർക്ക് പോവാം. ചന്തപ്പുര വഴി കൊടുങ്ങല്ലൂർക്ക് പോയി കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ കോട്ടപ്പുറം ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വൺ വേ ഒന്നും ഇല്ല കേട്ടോ, തോന്നുന്ന വഴി തന്നെ എടുത്ത് പോവുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കി പോവുക കേട്ടോ, അത്രയേ ഉള്ളൂ. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമ്മളിനി വീണ്ടും ഇറങ്ങുന്നത് വാസുദേവ വിലാസം വളവിൻ്റെ അടുത്തുള്ള ഹൈവേയിലോട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ റോങ് സൈഡ് തന്നെ ഇവിടെ കയറി പോകാൻ മാർഗ്ഗമുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം കിഴക്കേ സർവീസ് റോഡിലോട്ട് പോകണമെങ്കിൽ വേറെ വഴി കാര്യങ്ങളൊന്നുമില്ല അവിടെ. അപ്പോൾ ഹൈവേ വരുമ്പോഴും ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മളിപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന പാസ് വഴി വേണ്ടി വരും നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റോങ് സൈഡാണ് ഇപ്പോൾ കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രമായിരിക്കും കേട്ടോ ഉത്തരവാദി. പിന്നെ ഇത് റോഡ് നിയമങ്ങളെ കീഴിൽ വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊന്നും യാതൊരു അറിവായിട്ടില്ല. റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്താൽ മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ കോതപറമ്പ് പള്ളി കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്.
കോതമ്പ് പള്ളി എത്തിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. സ്കൂളൊക്കെ കഴിഞ്ഞത്. അതിന് ശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോതപറമ്പ് പള്ളിയാണ് റൈറ്റ് സൈഡിൽ കേട്ടോ. ഇനി നമ്മൾ നേരെ ക്രോസ് ചെയ്യാൻ പോകുന്നത് കോതപറമ്പ് സെൻറ്ററിൽ നിന്നും കിഴക്കേ സർവീസ് റോഡിലോട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നും വീണ്ടും നേരെ നമ്മൾ തെക്കോട്ട് യാത്ര ചെയ്യാൻ കേട്ടോ കൊടുങ്ങല്ലൂർ. ഇവിടെ റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നാലും കുഴികൾ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഇതാണ് ഒരു അണ്ടർ പാസ് ഉള്ളത്. കോതപറമ്പിൻ്റെ അവിടെയാണ് ഈ അണ്ടർ പാസ് ഉള്ളത്. അപ്പോൾ ഇതിലെ പാസ് ചെയ്ത് നമുക്ക് കിഴക്കേ സർവീസ് റോഡിലോട്ട് നമുക്ക് കയറാം. വളരെ എളുപ്പത്തിൽ തന്നെ കയറാം കേട്ടോ. അപ്പോൾ ഇത്ര ദൂരം എത്തിയത് ചെറിയ ദൂരമാണെങ്കിലും പണ്ട് യാത്ര ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ എത്തി കേട്ടോ. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മദാമപ്പള്ളി എന്ന് പറയും. അത് നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള പള്ളി തന്നെയാണ്. CSI ചർച്ചിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. ആ പള്ളം മുന്നിൽ കൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം തൂണുമ്മലാണ് പാലം പോകുന്നത്. അപ്പോൾ ഈ തൂണിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്യോ പിന്നെ അതോ പാർക്കിങ്ങിന് വിടോ ഇതൊന്നും നമുക്ക് ഒന്നും അറിവായിട്ടില്ല. അപ്പോൾ ഇതിലേ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി ടൗൺ ഹാളിൻ്റെ മുൻവശം എത്തുന്നതിന് മുമ്പ് നെടിയതളി ശിവക്ഷേത്രമുണ്ട്. അത് നമ്മുടെ ഇടത്തെ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ ശിവക്ഷേത്രത്തിന് അടുത്ത് വരെ ഈ പാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കട്ട കെട്ടി അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ചന്തപ്പുര വരെ ഈ ഒരു റോഡ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. നല്ല കുഴിയുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ ഗുണം കൊണ്ടാണ് ഇതറിയാത്ത കുഴി ചാടുന്നതൊന്നും അറിയാത്തത്. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് നെടിയതളി ശിവക്ഷേത്രമാണ്. നമ്മുടെ ഇടത്തെ ഭാഗത്തായിട്ടാണ് ആ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ അതും കൂടി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി നേരെ ചെല്ലുന്നത് ഇവിടേക്കാണ്, നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗൺ ഹാൾ പരിസരത്തേക്കാണ്. ഇപ്പോൾ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഗോപുരം കണ്ടില്ലേ, അതാണ് നെടിയതളി ശിവക്ഷേത്രം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടൗൺ ഹാൾ പരിസരത്തോട്ടാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയുള്ള ചന്തപ്പുര സെൻറ്ററിൽ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടി കാണാനുണ്ട്. അപ്പോൾ റോഡിൻ്റെ പണി മേൽഭാഗമൊക്കെ അവർ ടാർ ചെയ്ത് കഴിഞ്ഞാലും കുറേ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം കട്ടയിട്ട് പൊക്കും. അതിനുശേഷം മണ്ണിട്ട് ഫില്ല് ചെയ്യും. അവിടെ നിന്നാണ് റോഡ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ജീപ്പ് കയറി വന്നില്ലേ, ആ ബൊലേറോ കയറി വന്നത് ടൗൺ ഹാളിൽ നിന്നാണ്. അത് വിശദമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല പൊടിയായിരുന്നു, നമുക്ക് നിൽക്കാൻ പറ്റുന്നതിലും കൂടുതൽ പൊടിയായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിലാണ് അവിടെ നിൽക്കാഞ്ഞത്. നിങ്ങൾ നേരെ കാണുന്ന ആ പാലം കണ്ടില്ലേ, ആ പാലം നമ്മൾ നേരത്തെ ഒരു മദാമപ്പള്ളി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ, അവിടുത്തെ പാലവുമായിട്ട് കൂട്ടിമുട്ടിക്കും കേട്ടോ. അത് ഈ പാലങ്ങൾ വഴിയല്ല കൂട്ടിമുട്ടിക്കുന്നത്, മറിച്ച് കട്ട കെട്ടി മണ്ണിട്ട് പൊക്കിയിട്ട് ആണ് കൂട്ടിമുട്ടിക്കുന്നത്. ഇതാണ് ചന്തപ്പുര മേൽപ്പാലം വരുന്നത്. ഇവിടെ കുറച്ച് പാസുകൾ വരുന്നുണ്ട്, പക്ഷേ ഈ പാസുകൾ ഘടന കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ടില്ല. ഇപ്പോൾ അവരെല്ലാം തുറന്നിട്ടേക്കാണ്, ബസ്സൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കുറേ സ്ഥലത്തൊക്കെ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഉൾഭാഗം മുഴുവൻ കുഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വലിയ വണ്ടികൾ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചന്തപ്പുരയിൽ നിന്നാണ് ഈ പാസ് ചെയ്യുന്നത്. ഇതാണ് ചന്തപ്പുര സെൻറ്റർ വരുന്നത്. ഇവിടുന്ന് 3-4 പാസ് വരുന്നുണ്ട്, അണ്ടർ പാസ് വരുന്നുണ്ട്. റോഡ് പണി കഴിയുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. ഇനി ഇവിടുന്ന് അടുത്ത ഭാഗത്തു നിന്ന് നേരെ പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകേണ്ടവർ മാത്രം അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ പോവാം. നേരെ പോയി കഴിഞ്ഞാൽ
ഇനി ചേരാമ്പിളി ഇനി CI ഓഫീസിൻ്റെ, അതായത് ഇപ്പോഴത്തെ DYSP ഓഫീസ് സിഗ്നലുണ്ട്, അത് കഴിഞ്ഞ് പടാകുളം, പിന്നീട് വരുന്നത് ചേരമാൻപള്ളി സിഗ്നൽ, അത് കഴിഞ്ഞിട്ട് കോട്ടപ്പുറം സിഗ്നൽ കേട്ടോ. ഇത്രയും സിഗ്നലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കിഴക്കേ ബൈപ്പാസിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം കട്ട കെട്ടി റോഡ് പൊക്കി ഒരുവിധം ടാറിങ്ങും കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ സൈഡിലെ ബാരിയർ കാര്യങ്ങളൊന്നും ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം നമുക്കത് റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് DYSP ഓഫീസിൻ്റെ സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എത്താൻ പോകുന്നത് കേട്ടോ. തൊട്ട് അടുത്ത ഭാഗത്ത് കണ്ടത് ക്രിയേറ്റീവ് ട്രാവൽസാണ്. അത് കഴിഞ്ഞിട്ട് പണിക്കര ആശുപത്രിയാണ് ഇനി അടുത്ത ഭാഗത്തുള്ളത്. ഇപ്പോൾ ഹൈവേയിൽ ബസ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന പഞ്ചറുടെയൊക്കെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ടാർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് ടാർ ചെയ്താണ് കേട്ടോ. പുതുതായിട്ട് സർക്കിൾ ഓഫീസിൻ്റെ സിഗ്നലിൻ്റെ ആ ഭാഗത്ത്, ഇപ്പോഴത്തെ DYSP ഓഫീസ് സിഗ്നൽ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ കൂടി നടക്കാൻ പോലീസ് ക്വാർട്ടേഴ്സാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഇടതുവശത്ത് കാണുന്നതാണ് പോലീസ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ തൊട്ട് പിന്നിൽ കൺട്രോൾ റൂമിൻ്റെ ഓഫീസ്, അതിൻ്റെ പുറകിലായിട്ടാണ് DYSP ഓഫീസ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തൊരവസ്ഥ കാണിച്ചു തരാം. ഹൈവേയുടെ പണി തുടങ്ങിയ കാലത്തുള്ള ഏകദേശം അതേ കോലത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. വലിയ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. വന്ന കുഴികൾ അവർ ഇടയ്ക്ക് അടച്ചു പോകുന്നുള്ളൂ. ഇതാണ് അവസ്ഥ. ഈ ഒരു സമരം കാരണം ജനകീയ സമരം ഉണ്ടായിരുന്നു, അണ്ടർപാസ് വേണമെന്നും പറഞ്ഞ്. ഇല്ലെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ പടാകുളം പോകണം, അല്ലെങ്കിൽ ചന്തപ്പുര പോകണം. അപ്പോൾ ഏതെങ്കിലും എമർജൻസി കേസൊക്കെ വരുമ്പോൾ ചന്തപ്പുര വഴി ചുറ്റി വരുമ്പോൾ ഹോസ്പിറ്റലിലോട്ട്, ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലോട്ടൊക്കെ ചുറ്റി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ പേരിലാണ് ആളുകൾ സമരം ചെയ്ത് കൂട്ടിയത്. മാത്രമല്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പല ആചാരങ്ങൾക്കും ഉപയോഗിക്കുന്ന പരമ്പരാഗത പാത കൂടിയാണ് ഈ സർക്കിൾ ഓഫീസ് സിഗ്നലിൻ്റെ അടുത്തുള്ള ഈ റോഡ്. അതും ഒരു കാരണമായിരുന്നു. കാരണം അമ്പലത്തിലോട്ട് കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അവർക്ക് ഹൈവേ ചാടി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ടും കൂടി ഒരുക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതെന്തായാലും ഗവൺമെൻറ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്ന് അങ്ങനെ തീരുമാനം എടുത്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പണി അടുത്തന്നെ തുടങ്ങുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് പടാകുളം സിഗ്നലിൻ്റെ ഭാഗത്തേക്കാണ്. പടാകുളം സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, മെയിനായിട്ടുള്ള തീരദേശ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന സിഗ്നലാണ്. സിഗ്നലല്ല വരുന്നത്, അണ്ടർപാസാണ് വരുന്നത്. പക്ഷേ അതിൽ വലിയ ബസ്സുകൾക്ക്, അതായത് ഡബിൾ ഹൈറ്റുള്ള ബസ്സുകൾക്കൊന്നും പോകാൻ പറ്റില്ല. ഉദാഹരണം സ്ലീപ്പർ ബസ്സുകൾക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ്. മാത്രമല്ല ഏറ്റവും നല്ല പൊക്കത്തിലുള്ള ടോറസ് ലോറിക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ തിങ്ങി ഞെരിങ്ങുന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്, തൊട്ടില്ല എന്നുള്ള മട്ടിൽ. പക്ഷേ ആ റോഡ് പണി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റും. അത് കണ്ടില്ലേ, ഇത്രയും താഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ചെറിയ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്, വലിയ ബസ്സുകൾ വരുന്നുണ്ട്, പോകാൻ നോക്കിയിട്ട് സാധിച്ചിരുന്നില്ല. ഇനി ടാറിങ് കഴിയുമ്പോൾ ഒന്നും കൂടി അത് തടസ്സപ്പെടുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചേരമാൻപള്ളി സിഗ്നലിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കിഴക്കേ സർവീസ് റോഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. കാരണം പടിഞ്ഞാറേ സർവീസ് റോഡ് ഒരു എന്താ പറയുക, രക്ഷയില്ലാത്ത കുഴിയാണ്. വെറും കുഴി ചാടി പോകേണ്ടി വരും. അതിൻ്റെ പേരിലാണ് അത് ഒഴിവാക്കിയത്. കിഴക്കേ സർവീസ് റോഡിൽ കൂടി പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫാണ്. ഇപ്പോൾ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ, അതായത് തെക്ക് നിന്ന് വടക്കോട്ട് വരുമ്പോൾ സ്വന്തം റിസ്കിൽ വരണം. കാരണം ആളുകളെല്ലാം നല്ല സ്പീഡിലാണ് വരാം. കാരണം ഈ നോർമൽ ഗതിയിൽ ഈ റോഡ് തെക്കോട്ട് യാത്ര ചെയ്യാനുള്ളതാണല്ലോ, അതിൻ്റെ പേരിലാണ് കേട്ടോ ആൾക്കാർ വരുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡിൽ നോക്കിയാൽ കാണാം, കട്ട കെട്ടി നല്ല ഭംഗിയിൽ അവർ കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ അവസാന വർക്ക് മിനുക്ക് പണിക്ക് എന്ന പോലെ ആ ഒരു ബാരിയർ ഉണ്ടല്ലോ, അത് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവരെ സംബന്ധിച്ച് നിസ്സാര സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കുന്ന വർക്കാണ്. പക്ഷെ അതവർ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തു നിന്നും ഇടതുവശത്തോട്ട് യാത്ര ചെയ്ത കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ മെമ്മോറിയൽ, അതായത് കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിലോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ചേരമാൻപള്ളി സിഗ്നൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇടത്ത് വശത്തുകൂടി കാണുന്ന വഴിയിലൂടെ പോകുന്നതാണ് കേട്ടോ ബോയ്സ് സ്കൂളിൻ്റെ സൈഡിലോട്ടുള്ള വഴി. തൊട്ട് കയറുന്ന ബോയ്സ് സ്കൂളാണ്. അപ്പോൾ അത്രയും അടുത്താണ് ഹൈവേ ആയിട്ട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹൈവേയുടെ അടുത്തായിട്ട് കൂടുതലായിട്ട് വരുന്നത് ഈ കച്ചവട സ്ഥാപനങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ടയർ സംബന്ധമായ കടകളാണ് വരുന്നത്. ഇനി ഹൈവേ കംപ്ലീറ്റ് പണി പൂർത്തിയാകുമ്പോൾ മാത്രമേ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഇവിടെ വരിക എന്നുള്ള കാര്യം നിശ്ചയം ഉണ്ടാവുള്ളൂ.
ഇപ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് പ്രശസ്തമായ അൽഡ്രീം കുഴിമന്തിക്കട. അത് ഹൈവേയിൽ ചേരമാൻപള്ളി സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ചേരമാൻപള്ളി സിഗ്നലിലോട്ടാണ് എത്തുന്നത്. ഇവിടെ പുതുതായിട്ട് സൈക്കിൾ കടകളും മീൻ കടകളും കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുവിധം വലിയ ബസ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ക്രോസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു തട്ടിൻ്റെ ഹൈറ്റ് അറിയണമെങ്കിൽ ഈ പോകുന്ന കാറുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഈ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ഹൈറ്റിലാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ അതിൻ്റെ മേലെ എന്താ പറയുക എന്തെങ്കിലും വീണാൽ തന്നെ അതിൻ്റെ കാര്യം ഏകദേശം ഒരു കാര്യം തീരുമാനമാവും. ആ രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട്. ഈ ലോറിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് പാലം പോകുന്നത്. അപ്പോൾ ഈ ലോറിയൊക്കെ എന്തായാലും ക്രോസ് ചെയ്ത് പോകും. ഒരുവിധം ബസ്സും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യാറുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ടോറസ് പോകുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ഡബിൾ ഡെക്കർ അല്ല, നമുക്ക് സ്ലീപ്പർ ബസ്സുകളില്ലേ, ഇതൊക്കെ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി കുറച്ച് നേരം നിർത്തിയിടേ രക്ഷയുള്ളൂ. കാരണം പൊടി പോവാതെ നമുക്ക് വണ്ടി ഒരടി മുന്നോട്ട് എടുക്കാൻ സാധിക്കില്ല. പിന്നെ അത്രയും റിസ്ക് എടുത്ത് പോകണം, മാസ്കൊക്കെ വെച്ചിട്ട് പോകണം. അപ്പോൾ ഇവർ നനച്ചിടുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു നേരം ഇവർ നനച്ചിടും. രാവിലെ മാത്രമേ ഉള്ളൂ, പിന്നെ നനയ്ക്കൊന്നുമില്ല. ഇവർ ഒരു മിനിമം ഒരു 3 നേരം അല്ലെങ്കിൽ 4 നേരമൊക്കെ നനച്ചാലേ ഇവിടുത്തെ പൊടിയൊന്ന് ഒതുങ്ങി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് ഇവിടേക്കാണ്, കോട്ടപ്പുറം സിഗ്നലിലോട്ടാണ് ചെന്ന് കയറാൻ പോകുന്നത്. പണ്ടത്തെ കോട്ടപ്പുറം സിഗ്നലിലോട്ട്. അവിടെ നിന്നും ഇപ്പോൾ സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവഞ്ചിക്കുളം, കീത്തളി, തിരുവഞ്ചിക്കുളം, പിന്നെ ചേരമാൻപള്ളി ഈ സ്ഥലങ്ങളിലൂടെ നമുക്ക് എത്താൻ സാധിക്കും. ഇവിടെയാണ് മറ്റേ വളക്കടകളൊക്കെ ഉള്ളത്. പ്രശസ്തമായൊരു വളം ഒക്കെ ഉണ്ടാക്കുന്ന കടകളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ്. മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ പല്ലിൻ്റെ ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ടയർ കടകൾ ഇവിടെയും നമുക്ക് കാണാം. 2-3 ടയർ കടകളൊക്കെ കാണാം. അപ്പോൾ ഈ റോഡ് കുറച്ച് നാൾ മുമ്പ് വരെ ഒരു പണിയും നടക്കാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പണികൾ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായത്. ഇപ്പോഴും ട്രാഫിക്കൊന്നും തരംതിരിച്ചിട്ടില്ല. തോന്നുന്ന വഴി തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഞാനുൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. എങ്ങനെയാണ് റോഡ് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. മാത്രമല്ല പടിഞ്ഞാറെ സർവീസ് റോഡ് ഫുള്ള് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ മാറ്റിക്കളഞ്ഞ് അതിൻ്റെ പേരിൽ തന്നെ പടിഞ്ഞാറേക്ക് വരുന്നില്ല. പടിഞ്ഞാറിന്ന് കയറി ഇവിടേക്ക് വരുന്നവർ, കോട്ടപ്പുറം ഭാഗത്തേക്ക് വരുന്നവരോ തിരുവഞ്ചിക്കുളം ഭാഗത്തേക്ക് വരുന്നവരോ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവരും റോങ് സൈഡ് കയറി വരേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾക്ക് കാണാം ഈ ഭാഗത്തുനിന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് നേരെ വണ്ടികൾ വരുന്നത് നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് നമ്മൾ പോകുന്നത്. എന്നാലും കാര്യമില്ല, എന്നാലും വണ്ടികൾ വരും. ഇനി നമ്മൾ നേരെ യൂ ടേൺ എടുക്കുകയാണ്. യൂ ടേൺ എടുത്തിട്ട് പണ്ടത്തെ NH-17 കയറാൻ പോവുകയാണ്. അപ്പോൾ നേരെ പോകുന്നത് കോട്ടപ്പുറം സ്കൂളിലോട്ടുള്ള വഴിയാട്ടോ. കോട്ടപ്പുറം ചന്ത സ്കൂള്, മുസ്ലിസ് ലേക്ക് ഷോർ പാർക്ക് ഇവിടങ്ങളിലോട്ടുള്ള വഴിയാണത്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് NH-17 വഴിയാണ്. അപ്പോൾ ആ വഴിയും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ചേരമാൻ പള്ളി വരെ ആ വഴി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഡിവൈഡർ വെച്ച് അടച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വണ്ടിയിൽ പോകാതിരിക്കാനാണ്. ബൈക്കിന് എന്തായാലും പോവാം, ബൈക്കിലും പോവാം. ഒരു കുടുക്കം സഹിക്കാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കും പോവാം. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കുഴിയുണ്ട്, സാമാന്യം ഭേദപ്പെട്ട കുഴി തന്നെ കേട്ടോ. ഇപ്പം ഇനി പോകുന്നത് കൈരളി ബാറിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കൈരളി ബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് TKS പുരം. TKS പുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കീഴ്ത്തളി എന്ന് പറയും. കീത്തോളി എന്നാണ് ലോക്കലായിട്ട് ആൾക്കാർ പറയുക, പക്ഷേ കീഴ്ത്തളി എന്നാണ് ശരിക്കും പേര്. കീഴ്ത്തളി കഴിഞ്ഞാൽ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ സ്റ്റോപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് പരാശക്തി. അടുത്ത പുറത്ത് കണ്ടതായിരുന്നു പരാശക്തി ബാർ വരുന്നത്. ഈ പ്രദേശം TKS പുരമാണ്. ഇപ്പോൾ ഈ TKS പുരത്താണ് ഏറ്റവും കൂടുതൽ കാർ ഷോറൂമുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഷോറൂമുകളൊക്കെ ഇപ്പോൾ നെക്സിയൊക്കെ ഹൈവേയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇടത് വശത്തേക്ക് ഇപ്പോൾ കാണുന്നതാണ് മെഡിക്കെയർ ഹോസ്പിറ്റലിലോട്ടുള്ള റോഡ്. ഇനി ഈ വഴി കുറച്ച് വിജനമാവാൻ ചാൻസ് ഉണ്ട്. ഹൈവേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നതാണ് കീഴ്ത്തളി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പിന്നിട്ടത് എൻഫീൽഡിൻ്റെ ഷോറൂം കാര്യങ്ങളൊക്കെയാണ് പിന്നിട്ടത്.
ഇപ്പോൾ ബജാജിൻ്റെ ഷോറൂം നമ്മൾ പിന്നിട്ട് കീഴ്ത്തളി നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. കീഴ്ത്തളി ഞാൻ ചെയ്തിരുന്നു, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കീഴ്ത്തളി അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ മേടിച്ച സ്ഥിതിക്ക് ഒരു വട്ടം കൊണ്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കീഴ്ത്തളി സെൻറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 50 മീറ്റർ തികച്ചില്ല തിരുവഞ്ചിക്കുളം സെൻറ്ററിലോട്ട് കേട്ടോ. തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ നടയിലോട്ടാണ് നമ്മൾ ചെല്ലുക. അമ്പലത്തിൻ്റെ നടയിൽ നിന്നാണ് നമ്മൾ നേരെ ചേരമാൻ പള്ളിയിലോട്ട് ചെല്ലുക. ചേരമാൻ പള്ളിയും ഈ ഒരു തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് നടയും തമ്മിൽ നിസ്സാര ദൂരമേ ഉള്ളൂ. പിന്നെ അമ്പലത്തിലോട്ട് മാത്രമാണ് കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാനുള്ളത്. ഇനി നമ്മൾ നേരെ തിരുമുപ്പത്ത് വളവാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ തിരുമുപ്പത്ത് വളവാണിത്. അപ്പോൾ തിരുമുപ്പം എന്ന് പറഞ്ഞാൽ വളവുകൾ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വളവ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ചേരമാമ്പള്ളി സിഗ്നലിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത് ചിത്രമേ ഉള്ളൂ, കൊടുങ്ങല്ലൂരിലെ റോഡ് പണി ഒന്ന് കാണിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമാരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ചേരമാൻപള്ളി എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചേരമാൻപള്ളി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.